വെറുതെ ഡിസ്റ്റർബ് ആകണ്ടല്ലോ നിർത്തും മക്കൾക്ക് നമ്മൾ ഡിസ്റ്റർബ് ആകണ്ടല്ലോ നിർത്തനാണ് വിളിക്കായിരുന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും കിച്ചുവിന്റെ മൂത്ത മകൻ തന്നെ. വീണ്ടും രേണു ചുതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. തുടക്കത്തിലെ ഒരു ഡിസ്ക്ലെയിമർ, ഈ രേണു ചുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് വീഡിയോയിലൂടെ പറയാനുണ്ട്. പിന്നെ ഈ നമ്മുടെ ചാനലിലെ രേണു ചുതിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ മാത്രമല്ല കേട്ടോ, രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വേറെ തെമ്മാടിത്തരങ്ങൾ എല്ലാം സംസാരിക്കാറുണ്ട്. അപ്പം എല്ലാവരും അതും കൂടെയൊക്കെ ഒന്ന് കാണാൻ സമയം കണ്ടെത്തുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്നിട്ട് രേണു സുധിയിലേക്ക് പോകാം. രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, പക്ഷേ ഇത് ഒട്ടുമിക്ക അമ്മമാരും ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. ഇന്നെന്നാ പറയാൻ പറ്റത്തില്ല, പണ്ട് കാലത്തും അമ്മയും മക്കളുമായിട്ടുള്ള വഴക്കുകൾ എല്ലാ കുടുംബത്തിലും കാണാറുണ്ട്, ഇല്ലേ? നിങ്ങളുടെ മക്കൾ നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി 2-3 ദിവസം മിണ്ടാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സംസാരിക്കാൻ ശ്രമിക്കാറില്ലേ? ഒരമ്മയും മകനോട് സംസാരിക്കാതിരിക്കാൻ നോക്കില്ല, സംസാരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ സംസാരിക്കും. അല്ലാതെ മകൻ ഒരു ശല്യമാകും ഞാൻ വിളിച്ച് സംസാരിച്ചാൽ എന്ന് കരുതുന്ന അമ്മമാരുണ്ടോ? അല്ല, എന്ന് കരുതുന്നവർ ശരിക്ക് അമ്മമാർ തന്നെയാണോ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. അമ്മമാർ ഉത്തരം പറയുക, പെമ്മക്കളുടെ അമ്മമാർക്കും ഉത്തരം പറയാം. പെമ്മക്കളുമായിട്ട് വഴക്കിട്ട് ഇരുന്നാലും നിങ്ങൾ വിളിക്കത്തില്ലേ നിങ്ങളുടെ മകളെ? പക്ഷെ രേണു ചുതി വിളിക്കത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? മകന് ഡിസ്റ്റർബൻസ്. അവൻ എൻ്റെ മൂത്ത മകനാണ്, അവനെ ഞാൻ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. നാട്ടിൽ വന്നതിന് ശേഷം രേണു ചേച്ചി കിച്ചുവായിട്ട് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനതാണ് പറഞ്ഞത്, ഞാൻ വെറുതെ ഡിസ്റ്റർബ് ആകണ്ടല്ലോ നിർത്തും മക്കൾക്ക് നമ്മൾ ഡിസ്റ്റർബ് ആകണ്ടല്ലോ നിർത്തനാണ് വിളിക്കായിരുന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും കിച്ചുവിന്റെ മൂത്ത മകൻ തന്നെ. എന്ത് പറഞ്ഞാലും കിച്ചു എൻ്റെ മൂത്ത മകൻ തന്നെയാണ്. കുറെ കാലമായിട്ട് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് ഇതല്ലേ, ഈ ഒരു ഡയലോഗ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. മൂത്ത മകൻ എന്നൊരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരമ്മ മൂത്ത മകനെ വിളിക്കാതിരിക്കുവോ? എത്ര വഴക്കുണ്ടായെന്ന് പറഞ്ഞാലും വിളിക്കാതിരിക്കുവോ? അവന് ഡിസ്റ്റർബൻസ് ആകും ഞാൻ വിളിച്ചാൽ എന്ന് കരുതി വിളിക്കാതിരിക്കുവോ ഏതെങ്കിലും ഒരമ്മ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനതാ നേരത്തെ ചോദിച്ചത്. വീഡിയോ കാണുന്ന അമ്മമാർ ഒന്ന് മറുപടി പറയണേ ഇതിന്. ഞാനൊരു മകനാണ്, മകൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഞാനൊരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുമ്പോൾ അമ്മയായിട്ട് എത്ര വഴക്കിട്ടാലും ഞാൻ ഏതെങ്കിലും ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ പറയട മോനെ എന്ന് പറഞ്ഞ് അമ്മ സംസാരിക്കും. പിടികിട്ടിയോ? ഇപ്പം ഞാനായിട്ട് വഴക്കുണ്ടാക്കിയതാണെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കുറേ ദിവസം വിളിക്കാതിരുന്നു, പക്ഷേ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ അമ്മ ഫസ്റ്റ് വിളിക്കും, എടാ എന്തുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. അല്ലാതെ വഴക്കുണ്ടായെന്നോ അല്ലെങ്കിൽ ആ വഴക്ക് മനസ്സിൽ വെച്ചുകൊണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഞാൻ എങ്ങും കേട്ടിട്ടുമില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ മക്കളുമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, നിങ്ങൾ മക്കളെ വിളിക്കുന്നേ ഇല്ല, അവന് ശല്യമാകുമെന്ന് തോന്നി നിങ്ങൾ വിളിക്കാതിരിക്കുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടോ ഇവിടെ? ഞാനത് ചോദിക്കുന്നതിൻ്റെ കാര്യം, ഈ സ്ത്രീ നാടക നടിയാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഓൺലൈൻ മീഡിയകളുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് പറയുന്ന പലതും നാടകങ്ങളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ സ്വന്തം എൻ്റെ മകൻ മൂത്ത മകനാണേ എന്നും പറഞ്ഞടിക്കുന്നത് ഒരു നാടകമാണോ എന്നൊരു സംശയം തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് കൂടെ ചോദിക്കുന്നത്. നിങ്ങൾ കൂടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായം താഴെ പറയണം. ഇങ്ങനെയൊക്കെ സ്ത്രീകളുണ്ടോ? ഇനി വേറെ മെയിൻ ഒരു ഡയലോഗ്, ഇതെല്ലാം ഓൺലൈൻ മീഡിയാസ് ഇവരുടെ പുറകെ എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ചാനലുണ്ട്, ഞാൻ ആ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, അതിനകത്തൊക്കെയാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. രേണുവിൻ്റെ സ്വന്തം ചാനൽ പോലെ എനിക്ക് തോന്നുന്നത്. എവിടെ പോയാലും ഉണ്ട്. രേണു സുധിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിടത്തില്ല, ആ ഒരു ഫോമിലായിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എല്ലാ കാലവും ഇവരെന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, എന്നാലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ.
അതുകൊണ്ട് മാത്രം ഇവർ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർക്ക് നല്ല രീതിയിൽ ഒരു 1-2 വർഷമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം, വിട്ടുകളയരുത്. ഇല്ലെങ്കിൽ പിന്നെ ഇതാ ഇന്ന് വന്ന വീഡിയോ ആണിത്. ഈ അമ്മയും മകനും തമ്മിലുള്ള വഴക്ക് നടന്നു കഴിഞ്ഞിട്ട് കുറേയായി. ഇപ്പോഴും ആ ചോദ്യവും ചോദിച്ചാൽ അല്ലെങ്കിൽ അതിന് അവർ മറുപടിയും പറഞ്ഞിരിക്കുക. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുത്തൊരു സാധനം, ഇതൊന്ന് കണ്ടോണേ. രേണു ചേച്ചി, ഒരുപാട് വിവാദങ്ങൾ കൂടി ചേച്ചി ഇവിടെ നാട്ടിൽ വന്നല്ലോ, വിദേശത്ത് നിന്നാണ്. അതെ. വിദേശത്ത് നിന്നപ്പോ കിച്ചുവിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ. അതിനുശേഷം ആ പ്രശ്നത്തിന് ശേഷം വീട്ടിൽ നിന്നോ രേണു ചേച്ചി ആരെങ്കിലും കിച്ചുവിനെ വിളിച്ചോ? വീട്ടിൽ നിന്ന് ഒരു 50 വിളിയോളം വിളിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. സത്യമാണ്. പക്ഷെ അവൻ എടുത്തിട്ടില്ല. ഒരുപാട് മെസ്സേജ് വെച്ചിട്ടുണ്ടോന്നല്ലേ, മെസ്സേജ് വായിച്ചായിരുന്നു, എടുത്തിട്ടില്ല. എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. പ്രശ്നം നടക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത്, വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചത്. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അതെന്താണെന്ന് ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡായി, എന്താ സംഭവിച്ചത്. അതുകൊണ്ട് പിന്നെ വീട്ടുകാർ വിളിച്ചിട്ട് എടുക്കാത്ത കിച്ചു ഞാൻ വിളിച്ചിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശല്യം ചെയ്യാൻ പോയില്ല. വീട്ടുകാർ വിളിച്ചിട്ട് എടുക്കാത്ത കിച്ചു ഞാൻ വിളിച്ചാൽ എടുക്കുമെന്ന് തോന്നുന്നില്ലെന്ന്. അപ്പൊ നിങ്ങളുടെ വീട്ടുകാരെയും ഒരേപോലെയാണോ രേഷ്മ ചേച്ചി കിച്ചു കാണുന്നത്? അല്ല, ആണോ? നിങ്ങൾ തന്നെ മറുപടി തരണം. കാരണം നിങ്ങളാ പറയുന്നത് എൻ്റെ മൂത്ത മകനാണ് ഈ കോൺട്രവേഴ്സി ഉണ്ടാവുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ അവനെ വിളിച്ചതാണ്. കോൺട്രവേഴ്സി ഉണ്ടാവുന്നതിന് 2 ദിവസം മുമ്പ് വിളിച്ച നിങ്ങൾക്ക് കോൺട്രവേഴ്സി ഉണ്ടായതിന് ശേഷം 2, 4, 5 ദിവസം കഴിഞ്ഞ് അവനെ വിളിക്കാലോ. നിങ്ങളുടെ വീട്ടുകാർ 50 പ്രാവശ്യം വിളിച്ചെന്ന്, കഴിഞ്ഞ ദിവസം പറയുന്നതായിട്ട് 100 തവണയോളം വിളിച്ചെന്ന്. എന്തു ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാരാണോ വിളിക്കണ്ടേ? നിങ്ങളുടെ വീട്ടുകാരെ അവന് താല്പര്യം കാണത്തില്ല. നിങ്ങൾ എൻ്റെ മോനാണേ എന്ന് പറയുന്നില്ലേ, മൂത്രതാണേ എന്ന്. എന്നാ മൂത്രനെ വിളിക്കാത്ത ഏതാ നിങ്ങൾ? അവനെക്കാട്ടിലും ഈഗോ ആണോ നിങ്ങൾക്ക്? ഈഗോ വേണം, മനുഷ്യന്മാരായ ഈഗോ വേണം. പക്ഷെ സ്വന്തം മകൻ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? എന്തൊക്കെയാണെങ്കിലും ഇവർ തന്നെയാണല്ലോ പറയുന്നത് എൻ്റെ ആദ്യത്തെ പുത്രനാന്ന്. അപ്പൊ പുത്രനെ വിളിക്കാനായിട്ട് അത്ര ഈഗോ വെക്കണോ? വീട്ടുകാർ വിളിച്ചാൽ എടുക്കേണ്ട കാര്യം അവനെന്താ? അവൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടുകാർ വിളിച്ചാൽ നിങ്ങളാ വിളിക്കേണ്ടത്. വിളിച്ചിട്ടും ഇല്ല, എന്നിട്ട് പിന്നിരുന്ന് അങ്ങോട്ട് പുഴുങ്ങുക ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചിരുത്തി. അല്ല, ഈ പുഴുക്കൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതാകുമ്പോഴാണല്ലോ അടുത്ത ആൾക്കാർ വീണ്ടും വന്നിരുന്ന് തെറി പറയത്തുള്ളൂ, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കത്തുള്ളൂ. കട്ടം. അടുത്തൊരു സാധനം കാണും. പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലും ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടും അല്ലാതെ മെസ്സേജിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് നല്ല ആളുകളാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി ഫാമിലി. പിന്നെ എടുത്ത് പറയാം കരീഷ്മ, എൻ്റെ മാനേജർ, ശ്രീലക്ഷ്മി, ജാസി, ഈ ലച്ചു, നമ്മുടെ RJ ലച്ചു, അതുപോലെ സജിന ചേച്ചി, ശ്രീതു, അതുപോലെ പേര് പറയാൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് വ്ളോഗേഴ്സ്, നല്ല വ്ളോഗേഴ്സ്, സെലിബ്രിറ്റി, സ്വീറ്റി മമ്മി, എന്താ പറയുക. എന്താ ഇതിനോടൊക്കെ പറയേണ്ടത്? രേണു ചേച്ചി എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ, സജീന, ശ്രീതു, ദാസി. നിങ്ങളെ എതിർക്കുന്നവര് അല്ലെങ്കിൽ നിങ്ങളെ വിമർശിക്കുന്നവര് അല്ലെങ്കിൽ നിങ്ങളോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതിലും 100 ഇരട്ടിയാണ്. മനസ്സിലായോ? പിന്നെ ഒരുപാട് നല്ല ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കണ്ണിൽ നല്ലവര്? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ സപ്പോർട്ട് ചെയ്തതിനകത്ത് പറയുന്ന 1-2 പേരുകൾ അവർ തന്നെ നിങ്ങൾക്കെതിരെ ചില കാര്യങ്ങളിൽ യോജിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് രേണു ചുതി. അതൊന്നും നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലല്ലയോ? ഒരുപാട് നല്ല ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നെന്ന്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും നല്ല ആൾക്കാർ. രേണുവിനെ വിമർശിക്കുന്നവരും ചോദ്യം ചോദിക്കുന്നവരും മോശക്കാർ. നമ്മളെ മോശക്കാരനാക്കി വെച്ചോ. ഓക്കെ, നമ്മൾ കൂടുതലൊന്നും ചേച്ചിയോട് പറയാനില്ല. ചേച്ചി കാണിക്കുന്നതിനകത്ത് നല്ലത് കണ്ടപ്പോൾ നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഓൺലൈൻ മീഡിയക്കാരോട് ഡീൽ ചെയ്യുന്ന രീതി വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞതാ. എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങ് തലയിലെടുത്ത് വെച്ചിട്ട് ആടാനൊന്നും പറ്റത്തൊന്നുമില്ല. തെമ്മാടിത്തരം കാണിച്ച് തെമ്മാടിത്തരമാണെന്ന് തന്നെ പറയണ്ടേ, അല്ലാതെ അതിനെ വെളുപ്പിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. പിന്നെ ഇപ്പോൾ വേറൊരു കേസ് ഉണ്ടല്ലോ, ഈ അടുത്തായിട്ട് മറ്റേ യൂട്യൂബറുമായിട്ട് നടക്കുന്ന ഒരു പരിപാടി. എനിക്കതിനകത്ത് തീരെ താല്പര്യമില്ല. എനിക്കൊരു അഭിപ്രായം പറയാനും താല്പര്യമില്ല. എന്നെയും ഞാൻ ഉള്ള കാര്യം ഇവിടെ പറയുന്നതുകൊണ്ട് ഇല്ല, ഉള്ള കാര്യമാണല്ലോ, ഞാൻ കള്ളത്തരമൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളോടല്ല ഞാൻ പറയാം. ഈ രേണുവുമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു വ്ളോഗർ, ആ വ്ളോഗർ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചത്, രേണു ഒരു ദിവസം ഒരു വീഡിയോയുടെ ലിങ്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നീ കണ്ടോ, അതൊന്ന് കാണുക, എന്നെ അതേ ഒരു ചെറുക്കം വന്നിരുന്ന് കുറേ തെറി പറയുന്നു, റിയാക്ട് ചെയ്തുകൂടെ എന്നും ചോദിച്ച് എന്നെ ആ യൂട്യൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേരൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കുറേ പേർക്ക് അറിയാമായിരിക്കും. ഞാൻ ആ വീഡിയോ കയറി നോക്കിയപ്പോഴത്തേക്ക് ഒരു മീശയൊക്കെ വെച്ച ഒരു ഇച്ചിരി പ്രായം ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ചേട്ടൻ
അയ്യോ എന്തോ തെറിയാ അവരെ വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം തെരുത്താത്ത എന്ന് പറയുന്ന ആ സ്ത്രീയെ തെറി വിളിക്കുന്നത് എൻ്റെ പൊന്നെ ഞാൻ കേട്ട് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി. പക്ഷെ എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം കർമ്മ ഇസ് എ ബൂമറാങ്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തെറി നാളെ നമുക്ക് തിരിച്ച് ആരെങ്കിലും ഒക്കെ പറയൂടെ. അത് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ഞാൻ ഈ കളിക്കുന്നതിനൊക്കെ എനിക്ക് നാളെ കിട്ടും. വെറുതെ ഇരുന്ന ഒരാളെ തെറി അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യമില്ലാതെ, അല്ലെങ്കിൽ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു ലിമിറ്റിന് അപ്പുറേ പോയിട്ട് പേഴ്സണൽ ലൈഫിലേക്ക് ഇടപെട്ട് തെറി പറഞ്ഞ് ഇത് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് എനിക്കും കിട്ടും. ആ ഒരു സാധനം എനിക്കൊന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാനൊന്നും റിയാക്ട് ചെയ്യാനോ ഒന്നും മിണ്ടാനോ പോയില്ല. ഞാൻ എൻ്റെ റൂട്ടിൽ എൻ്റെ വഴിയിൽ കൂടെ ആർക്കും താങ്ങാനായിട്ട് ഞാൻ നിൽക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. ഞാനിത് എൻ്റെ ഒരു ജോലിയായിട്ടാണ് കാണുന്നത്. എൻ്റെ ജോലി കഴിയുന്നു, ഞാൻ പോണു. അല്ലാതെ ഇതൊരു ബേർഡനായിട്ട് തലയിൽ എടുത്ത് വെച്ച് ആർക്കും വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് തോന്നണം ഓക്കെ അതിനകത്തൊരു ശരിയുണ്ട് അത് ചെയ്യാം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഇത് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് തിരിച്ചു കിട്ടുന്നു, അങ്ങനെ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഞാൻ പറയാലോ, അയാൾ അതിനകത്ത് ഉപയോഗിച്ച കുറച്ച് വാക്കുകളുണ്ട്. അവർക്കൊരു ചെറിയൊരു വൈകല്യമുള്ളൊരു ചേച്ചിയാണ്. അപ്പം അതിനെയൊക്കെ ചൊല്ലി അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. വൃത്തികേട്. അവരോട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെടും, ഉറപ്പായിട്ടും പെടും. അതെടുത്ത് റീഷെയർ ചെയ്യുന്ന രേണു വരെ പെടും. മനസ്സിലായില്ലേ? കാരണം ഒരു ഇച്ചിരി പ്രശ്നമുള്ള ഒരാളെയൊക്കെ ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളുടെ അസുഖത്തെ അതിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് അയാളെ മോശമാക്കി കാണിക്കുന്നതൊക്കെ വെറും തെമ്മാടിത്തരം എന്നല്ലാതെ വേറൊന്നും അതിനകത്ത് പറയാനില്ല. പിടികിട്ടിയില്ലേ? അത് ഇവിടെ ഒന്ന് പറഞ്ഞിട്ട്, കാരണം ഞാൻ 2 ദിവസമായിട്ട് ഈ രേണുസുതിയെ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല. താല്പര്യമില്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ആ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച ആള് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. വലിയ അങ്ങോട്ട് ഇൻട്രസ്റ്റ് മൂത്തിട്ടല്ല ഇത് ചെയ്യുന്നത്. പിന്നെ കണ്ടന്റാണ്. വേറെ നല്ല നല്ല കണ്ടന്റ് വരുമ്പോൾ നമ്മൾ നാടിനും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം, ഇല്ലെങ്കിൽ ഇത്തിരിയൊക്കെ ട്രിഗർ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ഇത്തിരി ട്രിഗർ എന്നല്ല ആ വാക്ക്, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്താണ് എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. അല്ലാതെ ഈ ചന്ത കേസ് എനിക്കൊരു പരിധി കൂടുതൽ താല്പര്യമില്ല. ഈ വീഡിയോ കാണുന്നവർക്കും അറിയാം എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു ചന്ത കേസാണിത്. പിന്നെ കോണ്ടന്റ് അറ്റ് ലാസ്റ്റ് എല്ലാവരും ചില ആൾക്കാർ പറയാറില്ലേ അരി, ഇത് അത്രേ ഉള്ളൂ. ഉള്ള കാര്യം നിങ്ങളോടുള്ളതുപോലെ പറയുന്നതിന് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ വീഡിയോ ഒന്ന് കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യക്തിക്കെതിരെ രേണു സംസാരിക്കുന്നതാണ്. ഇതും കൂടെ ഒന്ന് നിങ്ങൾ കാണും. എടി ഷഫീനെ തീർത്താത്ത നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കണം. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം, കേട്ടോടി. DNA ടെസ്റ്റ് വളരെ ബഹുമാനമൊക്കെ കൊടുക്കണം. എന്താണെങ്കിലും ഒരു എന്നെക്കാട്ടിലും എൽഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഹുമാനത്തോടു കൂടി ഞാൻ പറയുന്നത്, ഷെഫീന താത്ത എന്തിനാണ് ഇതിന്റെ DNA? അതാ എനിക്ക് ചോദിക്കാറുള്ളത്. എന്തിനാ ഇതിന്റെ ഒരു പരിധി കൂടുതൽ ഇതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. കാരണം നാറിയ കേസാന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഒരാളെ അങ്ങോട്ട് സെഞ്ചിടുന്ന പരിപാടിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അയാളുടെ സൈഡിലെ എന്തെങ്കിലുമൊക്കെ ശരിയും ആൾക്കാർക്ക് കാണാൻ തോന്നും. അങ്ങനെ ശരിയുണ്ടെങ്കിൽ അതും കാണണം കേട്ടോ, കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. രേണുവിന് നാണമില്ലേ? DNA ടെസ്റ്റ് നടത്തടി അങ്ങോട്ട്, എൻ്റെ മോനാന്ന് തെളിയിക്കടേ നീ. എന്തിൻ്റെ കാര്യം? എനിക്കതൊക്കെ കേൾക്കുമ്പം ആ ഒരു ഫീലാണ് കിട്ടുന്നത്. എന്തിനാ അതൊക്കെ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വിടുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോഷ്യൽ മീഡിയ വാർ നടന്നു കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞ് പൊടി തട്ടി പോവുക. അല്ലാതെ പിന്നെ അത് പിടിച്ച് പിന്നെ രേണു ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബോധമില്ലാത്ത പ്രായമേറിയ ചില ചേട്ടന്മാരൊക്കെ വന്നിരുന്ന് ഷെഫീന എന്ന് പറയുന്ന ആ വ്യക്തിയെ അവരുടെ ഒരു ചെറിയ പോരായ്മയൊക്കെ വെച്ച് ഇങ്ങനെ തെറി പറയുമ്പോൾ കുറേ നല്ല വൃത്തിയാണ് വിളിച്ച് പറയുന്നത്. പക്ഷേ അവരുടെ ഒരു അതൊക്കെ ചൂണ്ടിക്കാണിച്ച് അത് വളരെ വലിയൊരു തെമ്മാടിത്തരമാണ്. അത് മനസ്സിലാക്കാൻ രേണുവിനൊക്കെ പറ്റിയ നല്ലതാണ്. അതൊക്കെ ഷെയർ ചെയ്തൊക്കെ കളിക്കുമ്പോഴത്തേക്ക് പണി നല്ല 8ന്റെ കിട്ടും കൊണ്ട് കേസ് കൊടുക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. കൊടുത്തു കഴിഞ്ഞാൽ പെട്ട് രേണു, അത് രേണു മണത്തിലാക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളേ. പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.